മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം കളക്ട്രേറ്റിലെ ഫ്യൂസ് ഊരി 30ഓളം ഓഫീസുകൾ ഇരുട്ടിലായി. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എബി തോമസ് ചേരുകയാണ്. എബി, ഈ സർക്കാർ കാര്യം മുറ പോലെ എന്ന് കേട്ടിട്ടുണ്ട്. ഫ്യൂസ് KSEB ആണോ ഊരിയത്? അത് വൈദ്യുതി ചാർജ് അടയ്ക്കാതെ മുടക്കം വരുത്തിയത് കൊണ്ടാണോ? തീർച്ചയായും ഇന്ന് വളരെ അസാധാരണമായിട്ടുള്ളൊരു സംഭവത്തിനാണ് എറണാകുളം കളക്ട്രേറ്റ് സാക്ഷിയായിരിക്കുന്നത്. ഏതാണ്ട് അവിടുത്തെ ഫ്യൂസ് KSEB ഊരിയിരിക്കുകയാണ്. 42 ലക്ഷം രൂപയുടെ കുടിശ്ശിക ഉണ്ട് എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസമായി കളക്ട്രേറ്റിൽ വിവിധ ഓഫീസുകൾ ഇത്തരത്തിൽ പൈസ, അതായത് വൈദ്യുതി ചാർജ് അടയ്ക്കാതെ കുടിശ്ശിക വരുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് 42 ലക്ഷത്തോളം രൂപ വരും. 13 ഓഫീസുകളാണ് നിലവിൽ കറണ്ട് ബിൽ അടയ്ക്കാത്ത സാഹചര്യമുള്ളത്. പക്ഷേ ഫ്യൂസ് ഊരി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 30ഓളം ഓഫീസുകൾ ഇത് പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ കൂടി എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. കാരണം ഈ ഓരോ ഓഫീസിനും പ്രത്യേക മീറ്റർ എന്നുള്ള സംവിധാനം നിലവിൽ അവിടെ ഇല്ല. ഒരു പഴയ നിലയ്ക്കുള്ള വയറിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഓഫീസിനും പ്രത്യേകമായിട്ടുള്ള മീറ്റർ സംവിധാനം ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഫ്യൂസ് ഊരി കഴിഞ്ഞപ്പോൾ മുഴുവൻ സ്ഥലത്തെയും വൈദ്യുതി ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ പ്രധാനപ്പെട്ട ഓഫീസുകൾ എന്ന് പറയുന്നത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ ഓഫീസ്, ഒപ്പം തന്നെ ലേബർ ഓഫീസ്, ഓഡിറ്റ് ഓഫീസ്, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ്, വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഓഫീസ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണുള്ളത്. 30 ഓഫീസുകളെയാണ് ഇത് കൃത്യമായി ബാധിച്ചതെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ കാര്യവും ഇത്തരത്തിൽ തന്നെയാണ്. ഈ ഫണ്ടിൻ്റെ അപര്യാപ്തതയാണ് ഇത്തരത്തിൽ ഈ വൈദ്യുതി ബില്ല് അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ുള്ള മറുപടിയായി നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഒരു കോണിൽ ഒരു ചിരി ഉണ്ടെങ്കിലും അത് വളരെ ഗൗരവമാണ്. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. അവരിപ്പോൾ ഇരുട്ടിലാണോ ഇതൊക്കെ ചെയ്യുന്നത്, ഈ ചൂടത്ത് ഫാനില്ലാതെ? തീർച്ചയായും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. ഈ ഫാൻ ഈ അതിരൂക്ഷമായിട്ടുള്ള ചൂട് നിലനിൽക്കുന്ന സാഹചര്യമാണ്. മഞ്ഞ അലർട്ട് ഉൾപ്പെടെ നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഫാൻ പോലും ഇല്ലാതെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 5 മാസമായി ഇത്തരത്തിൽ അവസ്ഥ തുടരുന്ന രീതിയിലാണ് ഇപ്പോൾ KSEB ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ സർക്കാരിൻ്റെ കൃത്യമായ രീതിയിലുള്ള കീഴിൽ തന്നെയായിരുന്നു KSEB ഉണ്ടായിരുന്ന സമയത്തൊക്കെ ചെറിയ തോതിലുള്ള വീഴ്ചകളൊക്കെ KSEBിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു കമ്പനി സെറ്റപ്പിലേക്ക് മാറി, അത് കമ്പനി രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ സർവ്വതും മാറുന്ന രീതി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിൽ കളക്ട്രേറ്റിലെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് താറുമാറായ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിലവിലുള്ളത്.